അങ്ങനെ IPL 17ാം സീസണിന് ഗംഭീര തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ചെന്നൈ ബാംഗ്ലൂരിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിന് യാതൊരുവിധ മാറ്റവുമില്ല. അവർ എത്ര താരങ്ങളെ കൊണ്ടുവന്നാലും അവരുടെ വിധി ഇതൊക്കെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ മത്സരം നടന്നുകൊണ്ടിരുന്നത്. ഒരു ഗംഭീര ബാറ്റിംഗ് നിരയായിട്ടാണ് ആദ്യം ബാംഗ്ലൂർ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നെങ്കിൽ പോലും പക്ഷേ കാര്യമായ സ്കോർ ആദ്യത്തെ ബാറ്റ്സ്മാരിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയാത്തത് ബാംഗ്ലൂരിന്റെ തലവേദനയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വിരാട് കോഹ്ലി ആകട്ടെ അല്ലെങ്കിൽ ഫാഫ് ഡു പ്ലീസ് ആകട്ടെ ഇവരൊക്കെ തന്നെ വല്ലാണ്ട് സ്കോർ ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇരുവർക്കും അത്ര നല്ലൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. വിരാട് കോഹ്ലിക്ക് 21 റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഫാഫ് ഡു പ്ലീസിക്കും 35 റൺസ് മാത്രമേ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നീട് എത്തിയ ദിനേശ് കാർത്തിക് ആണ് ഈ സ്കോറിങ്ങിന് വേഗം വന്ന് കൂട്ടുകയും ബാംഗ്ലൂരിനെ 173-ലെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയും ചെയ്തത്. കാരണം നമുക്ക് എടുത്തു പറയേണ്ട പേര് ദിനേശ് കാർത്തിക് മാത്രം ഒപ്പം റാവുട്ടുമാണ്. രണ്ടുപേരും കൂടി റാവുത്തിന് ഒരു 50 നഷ്ടമായിട്ടുണ്ടായിരുന്നു. 48 റൺസ് മാത്രമാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ തല MS ധോണിയുടെ കലക്കനൊരു റൺഔട്ടിലൂടെയാണ് റാവത്ത് പുറത്താക്കുന്നത്. ഇപ്പോൾ അതുകൂടി പറയേണ്ടതുണ്ട്. എന്തായാലും ദിനേശ് കാർത്തികിന്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ ഒരു പ്രായത്തിലും പുള്ളി ആ ഫിറ്റ്നസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് നന്നായി ബാറ്റ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ ഫീൽഡിലേക്ക് അദ്ദേഹം വന്നില്ല. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മറ്റൊരാളെയാണ് ബാംഗ്ലൂർ ടീം കളത്തിൽ ഇറക്കിയത് എന്നുള്ളതാണ് വസ്തുത. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ബോളിംഗ് അറ്റാക്ക് ആയിരുന്നു സത്യത്തിൽ നമ്മുടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ നടു ഒടിച്ചതെന്ന് പറയണം. പ്രത്യേകിച്ച് ചെന്നൈയുടെ ബോളിംഗിൽ ഒരു കുന്തമുന എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് മുസ്തഫിർ റഹ്മാൻ ആയിരുന്നു. അദ്ദേഹം 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ നേടി എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ 2 ഓവറിൽ വെറും 9 റണ്ണ് മാത്രം കൊടുത്താണ് 4 വിക്കറ്റ് നേടിയത്. അത്രയും നന്നായി മുസ്തഫിർ റഹ്മാൻ ബോൾ ചെയ്തെന്നുള്ളതാണ് ചെന്നൈയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എടുത്തു പറയേണ്ടത്. ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിച്ചു. സെക്കൻഡ് ഇന്നിങ്സിലേക്ക് എത്തുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ചെന്നൈക്ക് വേണ്ടി ധോണി ബാറ്റിംഗിന് ഇറങ്ങുമെന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങ് വരെ പോയില്ല. അതിനു മുമ്പ് തന്നെ കളി പൂർത്തിയാക്കി ചെന്നൈയിലെ ധോണിയുടെ പിള്ളേർ തിരിച്ചു വന്നു എന്ന് പറയണം. കഴിഞ്ഞ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റമുണ്ടായിരുന്നു. കാരണം ഇത്രയും നാളും IPL സീസൺ ഉണ്ടായിട്ടും അവിടെ ചെന്നൈയുടെ ക്യാപ്റ്റനായിരുന്നത് ധോണി ആയിരുന്നെങ്കിൽ പോലും ഈ സീസണിൽ അദ്ദേഹത്തിന് പകരം ഗെയ്ക്വാദ് ആണ് ക്യാപ്റ്റനായിരുന്നത്. പക്ഷേ ഫീൽഡിലുടനീളം ധോണി എടുക്കേണ്ട തീരുമാനങ്ങൾ ഇല്ലെങ്കിൽ എവിടേക്കോ ധോണി ടച്ച് ആയിരുന്നു നമ്മൾ മത്സരത്തിലുടനീളം കണ്ടതെന്ന് പറയണം. കാരണം ക്യാപ്റ്റൻസി പോലും പലതരത്തിൽ പോലും ധോണിയാണ് ഫീൽഡ് സെറ്റ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ അത്തരത്തിൽ അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഗെയ്ക്വാദിന്റെ ഒരു ക്യാപ്റ്റൻസിയിലെ ഫസ്റ്റ് മാച്ച് വിജയിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചെന്നൈ ഒരു മികച്ച തുടക്കം പോലെ ഉണ്ടായിരുന്നില്ല. രജിൻ രവീന്ദ്ര മാത്രമാണ് 37 റൺസ് എടുത്ത് സ്കോർ ചെയ്തത്. ഒപ്പം അജിങ്ക്യ രഹാനെ 27 റൺസ് എടുത്ത് സ്കോർ ചെയ്ത് മുന്നിൽ നിന്നു. പിന്നെ മിച്ചൽ 22 എടുക്കുന്നു. പിന്നെ ശിവൻ ദുബെയാണ് അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത്. അദ്ദേഹം 34 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജ 25 റൺസോടുകൂടി നിൽക്കുന്ന അവസ്ഥയാണ്. എന്തായാലും ധോണിക്ക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങേണ്ടി വന്നില്ല. അത് ആരാധകർക്ക് പക്ഷേ വലിയ നിരാശയായിട്ടുണ്ടെന്ന് ആരും സംശയമില്ല. എന്നാൽ പോലും ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇരു ടീമുകളും ബലാബലമായിരുന്നു. പക്ഷേ ഒരു ബോളിംഗിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് കൊണ്ട് ചെന്നൈ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചു എന്നേ പറയാൻ കഴിയുള്ളൂ. ഒരു വമ്പൻ സ്കോർ ഒന്നും വന്നില്ലെങ്കിൽ പോലും ദിനേശ് കാർത്തികിനെ പോലുള്ള പ്ലെയേഴ്സിന്റെ ഒരു കേപ്പബിലിറ്റി അവർ എത്രത്തോളം സ്കോർ ചെയ്യും എന്നത് കഴിഞ്ഞ മത്സരത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് അജിങ്ക്യ രഹാനെ പോലുള്ള സീനിയർ താരങ്ങളുടെ ഫീൽഡിങ്ങിൽ ഒരു എഫേർട്ടും അതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ പ്രായം എന്താ പറയുക, പഴകുന്തോറും വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ MS ധോണി ആകട്ടെ, രഹാനെ ആകട്ടെ, ജഡേജ ആകട്ടെ ഇവരൊക്കെ തന്നെ ഇപ്പോഴും അവരുടെ ഒരു പഴയ ഒരു തീ എങ്ങനെയാണോ ആ തീ വേണ്ടിയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പറയണം. എന്തായാലും അതിഗംഭീരമായ ഒരു മത്സരമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞതെന്ന് പറയണം. ഇനിയിപ്പോൾ ബാംഗ്ലൂരു ചെന്നൈ മത്സരത്തിന്റെ പോരാട്ടത്തിന് ശേഷം ഇന്ന് 2 മത്സരങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ IPLന്റെ ഒരു കാലമായിരിക്കും ഇനി എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും IPL അപ്ഡേറ്റുകൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെയും ഉണ്ടാകും.